ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ വീഡിയോ സ്റ്റാറ്റസ് വെക്കുക, അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരിക. സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക. 70 12 18 12 39 നമ്പർക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. പിന്നെ ഇന്ന് കാണിക്കാൻ പോണത് ഷോൾ മാക്സിയാണ്. പിന്നെ റീസെല്ലർമാർ കുറേ ആൾക്കാർ ഞങ്ങൾ സ്റ്റാറ്റസ് വെച്ചിട്ട് സെയിലാക്കട്ടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ ഞാൻ ഇൻഷാല്ല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഉള്ളത് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ ആൾക്കാർ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാനെന്നൊക്കെ പറയില്ല. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ബൾക്കായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളടുത്ത് ക്വാണ്ടിറ്റി ഉണ്ടാകും. പിന്നെ ഒരു ദിവസം 2 ദിവസം ഒന്നും വെയിറ്റ് ചെയ്യും. നമ്മൾ വീഡിയോ ഇട്ട് ആ ഒരു ദിവസം മാത്രമേ വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും 2-3 ദിവസം. ഓൾറെഡി നമുക്ക് കടയിലായാലും ഹോൾസെയിലായിട്ട് പോകുന്നുണ്ട്, ഓൺലൈനിലായാലും ഹോൾസെയിലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കാരണം ഇത് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് പെട്ടെന്ന് സെയിലാകും. അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ അവർ പറഞ്ഞത് വെച്ചാൽ നമ്മൾ ഒരു ബണ്ടിൽ എടുത്തിട്ട് വീണ്ടും നമുക്ക് സെയിം പീസ് വേണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തെ സമയം തന്നാൽ ഒരു സ്റ്റിച്ച് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയാൻ കാരണം. പിന്നെ നാളത്തോടു കൂടി എല്ലാ കൊറിയറും ക്യാഷ് കിട്ടിയത് ഒരാഴ്ച 15 ദിവസമൊക്കെ ആയിട്ടും പൈസ തരാത്തവരുണ്ട്. നമുക്കും ഇത് റെഡി ക്യാഷിന് ചെയ്യുന്ന ബിസിനസ് ആയതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പൈസ തരാൻ നോക്കുക. കാരണം ഞാൻ ഒരു പെണ്ണാണ്, മറ്റുള്ളവരോടൊന്ന് ചോദിച്ച് ഇത് നമുക്ക് സാധനം എടുക്കാൻ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ സാധനം എടുത്ത് വെക്കുക, നിങ്ങൾ ക്യാഷ് തരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് ഈ ബൾക്ക് എടുക്കുന്ന സമയത്ത് ഒരുപാട് പൈസ വേണം. ഒരു ഒരു സെറ്റ് മാക്സി എടുക്കുമ്പോൾ തന്നെ 50, 60,000, 70,000 ഉറുപ്പ്യ. ഇപ്പോൾ ഈ ഒരു സെറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ 70,000, 80,000 ഉറുപ്പ്യ നമ്മളെ കയ്യിൽ റെഡി ഒരൊറ്റ മോഡല് ക്യാഷ് ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണം. കാരണം നമ്മളത് മൊത്തത്തിൽ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് 48,500, 60 അതിൻ്റെ മേലൊക്കെ അങ്ങോട്ടാവുക എന്നല്ലാതെ ഒരു മോഡൽ എടുക്കണമെങ്കിൽ ഇത്രയും പൈസ വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫേം ആണെങ്കിൽ നിങ്ങൾ വേഗം അഡ്രസ്സും തരിക. കാരണം ഇപ്പോൾ കുറേ ആൾക്കാർ പറയും മറുപടി കിട്ടണില്ല എന്നുള്ളത്. പർച്ചേസിങ്ങിന് ഞാൻ പോകണം, യൂണിറ്റിക്കും ഞാൻ പോകണം, പിന്നെന്താ ഇവിടെ വന്ന മടക്കി സെറ്റാക്കും വേണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓർഡർ എടുക്കും വേണം. ഇപ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞതാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മുഴുവൻ ഞാൻ മടക്കി കയറ്റി കഴിയണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്രസ്സ് തരികയാണെങ്കിൽ ഞാൻ വേഗം. ഇപ്പോൾ ഞാൻ ഇന്നലെ ഫുള്ള് ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാ ഓർഡറും വൈകുന്നേരം ആയപ്പോഴത്തേന് കംപ്ലീറ്റ് ആക്കി. ഞാൻ വിചാരിച്ചിരുന്നു ഇനി ഒരു മെസ്സേജ് പോലും പെൻഡിങ്ങിൽ വെക്കൂല എന്നുള്ളത്. പക്ഷെ ഇന്ന് എനിക്ക് ബാങ്കിൽ പോകണം, യൂണിറ്റിൽ പോകണം ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തുന്ന സമയം 8:30 മണിക്കാട്ടോ, രാത്രി 8:30 മണിക്കാണ് രാവിലെ ഇറങ്ങിയിട്ട്. ഇപ്പോൾ ഞാൻ വന്നപ്പോഴത്തേനും 2000 സംതിങ് മെസ്സേജ്. അതിന് മറുപടി ഇൻഷാല്ലാ നാളെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പെൻഡിങ്ങിൽ വെക്കരുത്. അതേ പറയുന്നുള്ളൂ, പെൻഡിങ്ങിൽ വെക്കരുത്. നിങ്ങൾ വേറെ ആരെങ്കിലും ഇതാക്കിക്കോട്ടെ. കാരണം ഞങ്ങൾക്കും ഇതും വന്ന് പൈസ കിട്ടിയിട്ട് വേണം, നിങ്ങൾക്കിത് സെയിലാക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫേം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ 1 ദിവസം 2 ദിവസമൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തും ഒരാഴ്ച 2 ആഴ്ചയൊക്കെ 8ഉം 10ഉം മാക്സിയൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് പൈസ തരാതിരിക്കുമ്പോൾ പിന്നെ ലാസ്റ്റ് ചിലപ്പോൾ ക്യാഷ് റെഡി അല്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് മാക്സി വേണ്ട, നിങ്ങളൊരു വോയിസ് എനിക്ക് ഇത് വേണ്ട, ഇപ്പോഴത്തെ സാഹചര്യം മോശമാണ്. ഇതൊരാഴ്ച കഴിഞ്ഞ് നമ്മൾ അവരെ വിളിച്ച് 2 ആഴ്ച കഴിഞ്ഞ് തിരഞ്ഞ് ചെല്ലുമ്പോൾ അപ്പോൾ പറയണേക്കാട്ടിലും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യം അറിയാം. എനിക്കിപ്പോൾ എൻ്റെ സാഹചര്യം അറിയാം. ഞാൻ എൻ്റെ സാഹചര്യം ഞാൻ അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ പോയിട്ട് ഈ സമയം വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതേപോലെ നിങ്ങൾക്കൊരു സാഹചര്യം നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, ഈ സമയത്ത് പൈസ തരാനാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർഡർ 1 ദിവസം 2 ദിവസം അതിൽ കൂടുതൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ എടുത്ത് വെക്കാതെ ഇരിക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് 56 ക്യാഷ് കിട്ടിയതിന് ശേഷം. പിന്നെ കുറേ മുന്നെടുത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ വീണ്ടും വരുന്നു. ഇപ്പം എന്താ ക്യാഷ് അയച്ചാൽ മാത്രമേ സാധനം അയക്കുള്ളൂ. ഇപ്പോൾ ക്യാഷ് അയച്ചാൽ കൺഫേം ആയിട്ടും സാധനം അയക്കുള്ളൂ. അതുപോലെ തന്നെ ഒരാഴ്ചയിലേറെ ആയിട്ട് സാധനം കിട്ടാത്തവരുണ്ടായിരുന്നു. മൊബൈൽ 2 പ്രാവശ്യമായിട്ട് ഫോർമാറ്റ് ആയതാണ്.
ഒന്നും എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ആരുടെയൊക്കെ പോയി എന്താ ഏതാന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഇന്ന് ഫുള്ള് രാവിലെ ഞാൻ ബാങ്കിൽ പോകുന്നതിൻ്റെ മുന്നേ ഞാൻ രാവിലെ നേരത്തെ വന്ന് എല്ലായിടത്തും കൺഫേം ആക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ ഇത്ര എമൗണ്ട് കൊണ്ടുപോയി കൊടുക്കണം, എന്നാലുള്ള അത് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ എമൗണ്ട് തികഞ്ഞിട്ടില്ലെങ്കിൽ അടിക്കാതെ നമ്മൾ പിന്നെ ക്യാഷ് കൊണ്ടുപോയി കൊടുക്കലാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പെൻഡിങ്ങിൽ വരുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് ഞാൻ ഇത്രയും എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യണോണ്ടാണ് ഇതിൻ്റെ അടുത്ത് ഒന്ന് പറ്റിപ്പോയതാണ്. കാരണം ഞാൻ ഫോണ് ഫോർമാറ്റാക്കി, കാരണം നമുക്ക് മെസ്സേജ് ഒരുപാട് വരുന്നത് തന്നെ. അപ്പോൾ നാളത്തോടു കൂടി എല്ലാവരും പോകും. ഇനി അതല്ല പോവാത്ത ആരുടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് പറയട്ടോ. അപ്പോൾ ഞാൻ ആ നമ്പറിൽ കോൾ ചെയ്തിട്ട് തന്നെ എല്ലാവരോടും ചോദിക്കുന്നത് നിങ്ങൾ ഓർഡർ ചെയ്ത സാധനത്തിൻ്റെ സ്ക്രീൻഷോട്ടും പിന്നെ അതുപോലെ തന്നെ ഏതാണ് സാധനം എന്നുള്ളതും പറഞ്ഞു തരണം. കൺഫേം ആക്കിയിട്ട് തന്നെ കുറേ കൊറിയർ പൊട്ടിച്ചിട്ടൊക്കെ തന്നെ അയക്കുന്നത്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഇതാണ്. ജംബോ മാക്സി അല്ല, ഷോൾ മാക്സിയാണ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പ്രിന്റ് വരുന്നത്, ഇത് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ഷാള് വരുന്നത് ഇതാണ്. ഇതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ, ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത്. ഇതാക്കണം, ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ 56 സൈസ് വന്നിട്ടുള്ളത്, ലെങ്ത്താണ് 56 വന്നിട്ടുള്ളത് കേട്ടോ. ഇരുപത്തിനാലാണ് ചെസ്റ്റ് വീതി വന്നിട്ടുള്ളത്. ഹിപ്പിൻ്റെ അവിടേക്കും 25 കേട്ടോ, കറക്റ്റ് 25. ഒരേ ഇങ്ങനെ തന്നെയാണ്. ഷേപ്പിംഗ് വന്നിട്ടില്ല കേട്ടോ. സ്ലീവ് വന്നിട്ടുള്ളത് 15 ഇഞ്ചാണ് സ്ലീവ് വന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ സ്ലീവിൻ്റെ വിടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 ഇഞ്ച് സ്ലീവിൻ്റെ, അപ്പോൾ 16 ഇഞ്ച് ഇങ്ങനെ വിടുത്ത് പറഞ്ഞു തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്നത് 16 ഇഞ്ചാണ് കേട്ടോ. ഏതായാലും പിടിച്ചില്ല, എൻ്റെതും കൂടി നാളെ നോക്കട്ടെ. അപ്പം ഞാൻ മെലിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കളറ് കണ്ടല്ലോ, ഇതാണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പോൾ ഷാൾ മാക്സി റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഒക്കെ മതി. അപ്പോൾ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ്. അടുത്ത ഒരു കളറ് വരുന്നത് ഇതാണ്. ഇതൊരു മുക്കി ഉണക്കിയപ്പോൾ ഈ സൈഡാണല്ലേ, ഞാൻ നടു പിടിച്ചിട്ടാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറേ ആയില്ലേ നിങ്ങൾ പ്രിൻ്റൊക്കെ മാറ്റി പിടിച്ചോളി, ഇത് എടുത്തോളി. കാരണം റജുവാടിയിൽ തന്നെ ഒരുപാട് പ്രാവശ്യമില്ലേ നമ്മൾ എംബ്രോയിഡറിയും സാധാരണക്കും ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ചുങ്കിടിയിൽ ഇത് എംബ്രോയിഡറിനൊക്കെ എടുത്തോളി, നിങ്ങൾക്ക് തന്നെ കൊടുത്തേക്കണത്. നിങ്ങൾ ആ കളറും ഈ കളറും ആയിട്ട് ചെറിയൊരു മാറ്റമുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം വന്നോളി. റജുവാടി ഇപ്പോൾ ആർക്കും വേണ്ടാതേക്കണം. അപ്പോൾ നാളെയും മറ്റന്നാളെയും ഒക്കെ ആയിട്ട് ഷോൾ മാക്സിയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത്. അന്നൊക്കെ ഞാൻ ഇല്ല കൊടുക്കണില്ല എന്നേ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തുതരാം, എല്ലാവരും പണിയെടുത്ത് ജീവിക്കുകയല്ലേ. ആർക്കെങ്കിലൊക്കെ സ്റ്റാറ്റസ് വെച്ചിട്ട് ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓലും ജീവിക്കട്ടെ. ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇത്രയും വീഡിയോ ചെയ്യാനില്ല, പക്ഷേ ചെയ്യാനെന്താ വെച്ചാൽ ആ 5 കളറുള്ളതിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളൊരു ഡിസ്കൗണ്ട് സെയിൽ 1-ാം തീയതി 2-ാം തീയതി ആയിട്ട് ജെൻസിന് നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കുക തന്നെയാണ് തീരുമാനമായിട്ടോ. കണ്ടില്ലേ എങ്ങനെ നോക്കി, സൂപ്പറാണോ. അപ്പോൾ എല്ലാ പ്രാവശ്യങ്ങളും റച്ചുവാടിയും
എല്ലാ പ്രിൻറ്റും പരീക്ഷിച്ചില്ലേ. അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ 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 അപ്പോൾ ഇതിൽ എംബ്രോയ്ഡറി ചെയ്താട്ടോ. ഞാൻ നിങ്ങൾക്ക് അലക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അവിടെ പാത്രമില്ല, വെള്ളമില്ല. മറ്റേ എടുത്ത ശാലുവ, മറ്റേ സീതാ പ്രിൻ്റ് എടുത്ത. അപ്പോൾ ലാസ്റ്റ് കളറ് ഇതിൽ 5 കളറാണ് നമുക്ക് വന്നിട്ടുള്ളത്. 5 കളറാണ് കേട്ടോ, കണ്ടല്ലേ. അപ്പോൾ ഇതിവിടെ ഉണ്ട്, ഇത് നമുക്ക് വെക്കല്ലേ. ആ കീസിലും തന്നെയല്ലേ. അപ്പോൾ റേറ്റ് വരുന്നത് 360 ഉള്ളൂ കേട്ടോ. സാധാരണ ഞാൻ ഈ നെക്കിന് 380 കൊടുത്തിട്ടുണ്ടായിരുന്നത്. സീസണാണ് സമയത്ത് 380 തന്നെ മാറും കേട്ടോ. കാരണം അപ്പോൾ ഇതിന് നല്ല ഒരു റേറ്റ് ഓൾറെഡി കൂട്ടും. എനിക്ക് എല്ലാ പ്രാവശ്യവും കൂട്ടലുണ്ട്, കണ്ടില്ലേ. ജംബോ മാക്സിൽ ഇത് കിട്ടിയിട്ടില്ല, കിട്ടൂല പറഞ്ഞു. ഇത് കണ്ടില്ലേ, എനിക്കിപ്പോൾ എല്ലാ മാക്സും ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഫോട്ടോ എടുത്ത ജംബോയിലായി. പറഞ്ഞ് നിൽക്കാൻ നേരമില്ല. 5 മിനിറ്റ് ആദ്യം തന്നെ പടപട പറഞ്ഞേക്കണം. അപ്പോൾ 11 മിനിറ്റ്. കവറം കീറിക്കളാണ്. അങ്ങനെ കീറാൻ പാടുണ്ടോ പറഞ്ഞിട്ട്. ഇതിൽ ഈ ഒരൊറ്റ പ്രിന്റ് കൂടുതൽ കിട്ടിയിട്ടില്ല കേട്ടോ. കണ്ട ഈ ഒരു പ്രിന്റിൽ ഒറ്റ സെറ്റ് തന്നെ ഉള്ളൂ കേട്ടോ. ഒറ്റ സെറ്റ്, ഒരൊറ്റ പീസ് ഈച്ച, എല്ലാ കളറും. അപ്പോൾ ഇതിൻ്റെ ഷാള് വരുന്നത് കണ്ടല്ലേ, ബോക്സ്. ഇത് നിങ്ങൾക്ക് തച്ചു തരുക, മെഷീനിൽ ഇടുക, ഒരു കംപ്ലൈൻറ്റും വരില്ല. വെച്ചാൽ ഇത് കളറ് പോവുകയെ ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ നരക്കൂട്ടോ. നരക്കൂലെന്ന് ഞാൻ പറയില്ല, നരക്കും. സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ടല്ലേ തിരുമ്പുക. നരക്കൂല. ഇതാക്കണം. ഇതെങ്ങനെയുണ്ട്? അപ്പോൾ ഇതൊരൊറ്റ പ്രിന്റ് മാത്രം, ഒറ്റ പീസ് ഈച്ചുള്ളൂ കേട്ടോ. ഞാൻ ചെന്നപ്പോൾ ഇത് എനിക്ക് തന്നില്ല, എനിക്ക് സങ്കടമുണ്ട്. ഞാൻ പറഞ്ഞു ഇതും ഷാള് മടക്കിക്കോ ശാലോ. അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതൊക്കെ ഓരോരോ പ്രിന്റ് ഈച്ചുള്ളൂ. ഷാളുകൾ മാത്രം മടക്കിക്കോ, അപ്പുറത്ത് കൂടി നിന്നിട്ട്. ഇതാണ് ഇതിൻ്റെ ഷാള് വരുന്നത് കേട്ടോ. ഇത് ഷാളാണ് കേട്ടോ. ഷാള് ഞാൻ നിർത്തണമെങ്കിൽ നിർത്തി തരാം. വൈകിട്ട് ഇതാദ്യം വരുന്ന ചോദിച്ച ആൾക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ കേട്ടോ. ഈ കാണിക്കുന്ന പീസുകൾ ആദ്യം ആരാ വരുന്നു വെച്ചാൽ ഓല് ചോദിക്കുമ്പോൾ ഓൽക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നവർക്കൊന്നും ഇതില്ല കേട്ടോ. കാരണം ഇതിന് ഓലിനോട് പറയാതെ ഓലത് കൊടുത്തു വെച്ചു. സീസൺ ആയപ്പോഴേ മരണപ്പാച്ചിലാണ് മക്കളെ, മരണപ്പാച്ചില. കണ്ടില്ലേ, ഇതൊരു വെറൈറ്റി ഷാള് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഷാളും തന്നെ നല്ല ഷാളാണ്. നോമ്പ് കഴിയുമ്പോഴത്തേന് ജീവൻ ബാക്കി ഉണ്ടായാൽ മതി, അമ്മാരി പാച്ചിലാണ്. അപ്പോൾ ഇതിലെ ഷാള് മാത്രം കേട്ടോ. ഒറ്റ പ്രിന്റ് ഇഷ്ട തന്നത് കേട്ടോ. ഇത് ഞാൻ എടുക്കണില്ല വിചാരിച്ചതായിരുന്നു. അപ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടമായി. അപ്പോൾ ഓരോട് ഞാൻ ചോദിച്ചപ്പോൾ ഒരു പ്രിന്റും കൂടി തരുമോ ചോദിച്ചു. ഈ 2 സെറ്റ് വെച്ച് തരുമോ. അപ്പോൾ ഓരോടാണ് ഇത് ലാസ്റ്റാണ് താത്ത എന്നാണ്. അപ്പോൾ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ എടുത്തു. പിന്നെ വിചാരിച്ചു ഇവിടെ നമ്മൾ കടയിൽ വരുന്ന കസ്റ്റമർ ആകുമ്പോൾ ഓരോരോ പ്രിന്റ് ആണെങ്കിലും
ഓൾക്ക് കുഴപ്പമില്ല. നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴാണ് കുറേ പ്രിൻ്റ്, അപ്പോൾ ആകുമ്പോൾ പ്രശ്നമാണ്. കുറേ പ്രിൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു പീസ് വെച്ചിട്ടൊന്നും നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പീസിന് നമുക്ക് കുറേ ഓർഡർ വരുമ്പോൾ ഇല്ല 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 പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് കുഴങ്ങിയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ബൾക്കായിട്ട് എടുക്കുന്നത്. ഓരോരുത്തർ എത്ര പീസ് ഉണ്ട് വെച്ചാൽ ഓല് മൊത്തം കൊടുത്തുകൊണ്ട് പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മളടുത്ത് സ്റ്റോക്ക് ഔട്ട് ആവില്ല. പിന്നെ ചില കളറ് അപ്പോൾ നമ്മളിങ്ങനെ ബണ്ടിൽ കാണിക്കണതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ചോദിക്കും, ഈ പീസ് 5 കളർ മാത്രം തരും. അപ്പോൾ ആ പീസ് 5 കളറാണ് കൊടുക്കും. അപ്പോൾ 5 കളർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെന്താ, മറ്റുകൾക്ക് ആ കളർ പിന്നെ ചോദിക്കുമ്പോൾ ആ കളർ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളെ ചുങ്കടി മാക്സി വന്നിട്ടുണ്ടല്ലോ, ചുങ്കടി മാക്സിയിൽ ഒരു ബണ്ടിലിൽ 3 കളറാണ് കേട്ടോ. ഒരു അങ്ങനെയാണ് തന്നിക്കണത് 5. അപ്പം എങ്ങനെ 30 ഉണ്ടാവണടാ? 3, 6, 9, ഒന്നിൽ 3 എണ്ണമാണ്. അപ്പോൾ ഒരു 15 വെച്ചിട്ടാണ് ഒരു ബണ്ടിലാക്കിയിരിക്കണം. സാധാരണ 30 വെച്ചിട്ടാണ് ഒരു ബണ്ടിൽ വരല്. ഇത് ഓല് എന്ത് ചെയ്തിരിക്കണത് 15 വെച്ചിട്ടാ. 3, 6, 9, 12, 15. പിന്നെ എല്ലാ ബണ്ടിൽ നിന്നും നമ്മൾ എടുത്തു. നമ്മളൊന്ന് കടയിൽ വരുന്നോല് ഇങ്ങനെ ഞാനൊന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ട് സ്റ്റാറ്റസും സ്റ്റോറിയും ഷോർട്സും ഇട്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ 360 ഞാൻ ബില്ല് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇന്ന് വീഡിയോ ചെയ്തത് കേട്ടോ. ചാല് പോയിക്കോ, എന്നിട്ട് വന്നാൽ മതി ഞാൻ വിളിച്ചുമ്പോൾ. അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തൊരു പ്രിൻ്റ് വന്നിട്ടുള്ളത്. ഇത് നമ്മളെ ഉമ്മാർക്ക് ഒക്കെ പറ്റും. ഉമ്മാർക്ക് രജുവാടിയൊക്കെ പോകും. ഇപ്പോൾ വല്യമാർക്കൊക്കെ പറ്റും. ഇനിയിപ്പോൾ ഐറ്റില്ല എന്നുണ്ടെങ്കിൽ അടി വെട്ടിക്കാണ്ട് കൈ വെക്കാനൊക്കെ ഓൽക്കൊക്കെ ഓൽക്ക് ഇങ്ങനെ ഒരേ ചെറിയ പ്രിന്റിൽ കണ്ടില്ലേ, ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ ചെറിയ പ്രിന്റിൽ ഇങ്ങനെ ഷാളും ഓൽക്ക് പറ്റിയ ഷാളാണ്. അതൊക്കെ സോഫ്റ്റ് ഷാളാണ്. അപ്പോൾ ചോദിച്ചു ഇനി സാധനം ഇല്ല എന്നല്ലോ, ഒരു വല്യമാർക്കുള്ളൂ. അപ്പോൾ എല്ലാ കളറിലും ഓരോ വല്യമാർക്കുള്ളൂ. ബാക്കി കഴിഞ്ഞു. എന്നാണ് കേട്ടോ. അപ്പം ഇതാണ് മക്കളെ നമ്മളെ ഷോൾ മാക്സി കണ്ടില്ലേ, നമ്മളെ വല്യമാർക്ക് പറ്റിയത് പറയട്ടെ. ഈ കുഞ്ഞു പ്രിൻ്റായിട്ടുള്ളേ വല്യമാർക്കേ പറ്റുള്ളൂ. ഇപ്പം ഈ കാണിച്ചതൊക്കെ ഓരോരോ സെറ്റുള്ളൂ. ഞാൻ ഉള്ളത് വാരി പറയണേ. മറ്റേത് നിങ്ങൾ ചുങ്കടി നിങ്ങൾ എത്ര പീസ് വേണമെങ്കിലും ചോദിച്ചാലും ഞാൻ തരും. ഇനി 8 ആണോ 10 ആണോ 15 ആണോ, ഒരു കളറ് 1, 2, 3, 4, 5, 6, 7, 8, 9 അതിലും ഉണ്ടാകും. അപ്പോൾ 10, 15, 20 പീസ് തരാം. പിന്നെ ഈ കാണിക്കണ പീസും ഒന്നെ ഉള്ളൂ. ഈ ഒരൊറ്റ പ്രിന്റിൽ ഇതൊന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ ചെങ്കല്ലും കളറും പീച്ചും കൂടിയ സാധനമാണ്. കണ്ടില്ലേ, ഇത് നല്ല വീതി ഉണ്ടോ നോക്കണം. ഇത് ജസ്റ്റ് ഉള്ളത് 25 ഉണ്ട്. 25 കറക്റ്റാണ്. 25 കറക്റ്റാണ് കേട്ടോ. 25 കറക്റ്റാണ്. ഇതാണ്. മറ്റേ 48 ആണെങ്കിൽ ഇത് 25, 50. പക്ഷെ 48 എടുത്തവർക്ക് എടുക്കുക. കാരണം എനിക്കിത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്കും തോന്നണില്ലേ, അതേമാതിരി തന്നെ എനിക്കും തോന്നുന്നുണ്ട്. ഇതിൽ നമ്മൾ നോക്കിയിട്ടില്ലേ, ഇതിനാണ് കാണിച്ചു തരാം.
ഇതിനി വീഡിയോ സ്കിപ്പ് ചെയ്യാത്തോല് മാത്രമേ കാണുള്ളൂ, ബാക്കി എല്ലാവരും അടിച്ചു പോയി. ഇത് 46 ഉള്ളൂ കേട്ടോ. ഇത് 46 ചെസ്റ്റ് വീതി വരുന്നുള്ളൂ കേട്ടോ. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. മറ്റേത് 48 വരുന്നുണ്ട്, അത് 46 വരുന്നുണ്ട്, ഇത് 50. അപ്പം 46, 48, 50 ചെസ്റ്റ് വീതി വരെ വരുന്നുണ്ട്. അപ്പോൾ ആ കളറും ഒറ്റ കളർ ഇതിൽ സിംഗിൾ പീസ് ഉള്ളത് മാത്രം ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ. അടുത്തത് ഇതാക്കണം. ഇതിങ്ങനെ കള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ്. ഓരോ പ്രിന്റ് മാറുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോകുമ്പോൾ ഞാൻ ഈ ടാപ്പ് പിടിച്ചുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് നിർത്തി വെക്കൊണ്ട് കേട്ടോ. ഇത് 46 ഉള്ളൂ കേട്ടോ. നിങ്ങൾ സ്കിപ്പ് അടിച്ചോളി, നിങ്ങൾക്ക് കാണുന്ന സ്ക്രീൻഷോട്ട് എടുത്താൽ പോരെ. നമ്മളെ വീഡിയോ മുഴുവൻ കാണണമെന്നൊന്നും നമ്മൾ പറയണില്ല. അപ്പോൾ സ്കിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടാപ്പ് പിടിച്ച് നിൽക്കുന്ന ഭാഗം എത്തുമ്പോൾ ഒന്ന് നിർത്തുക, എന്നിട്ട് അത് കേൾക്കുക. എന്നിട്ട് നിങ്ങൾ വാട്സപ്പിലേക്ക് വരിക. അല്ലാതെ നിങ്ങൾ വാട്സപ്പിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറുപടി തരാൻ വീഴുകും. ഫ്രീ ആയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് എന്ത് നോക്കുള്ളൂ, നിങ്ങൾ ടാപ്പ് എടുത്തിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഇതിനത് സാധനം എത്തേണ്ടോടത്ത് എത്തിയിട്ടുണ്ടാവും. അയ്യോ, ഇതിൻ്റെ ശാളുണ്ടല്ലേ, ഇതൊക്കെ താച്ചങ്ങോട്ട് തിരുമ്പങ്ങൾക്ക് അങ്ങനത്തെ സാധനമാണ്. ഓക്കെ, സൂപ്പറാണ്. വേഗം വന്നോളി. കാലിൻ്റെ മുട്ടിനൊക്കെ പിരി ഈ സൗണ്ട് കേൾക്കലുണ്ടിരിക്കണം. നിർത്താതെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അയച്ചെന്നാൽ മതിയേ. ഇനി ഗ്രൂപ്പ് നമ്മൾ ഐശാൽ മാക്സിം കൂടെ ഒന്ന് ഉഷാറാക്കണം വാട്സപ്പ് ചാനൽ. എന്നാൽ അതിലിങ്ങനെ ഫോട്ടോ ഇട്ടാൽ മതി, വീഡിയോ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. വൈകുന്നേരം ആകുമ്പോൾ ഇത് വീഡിയോ ചെയ്യുക, ഇത് അപ്ലോഡ് ആക്കുക, ഒക്കെ ഒരു പണിയാണ്. ലിങ്കിൽ വന്നാലൊക്കെ നമ്മൾ ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ലിങ്കിൽ പിന്നെ 56 വേണ്ടവർക്കും 60 വേണ്ടവർക്കും ഒക്കെ അങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ഓൽക്കൊരു ഗതികേടാണ് നമ്മളെ ഫോട്ടോസ് ഇങ്ങനെ ചെല്ലുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സിറ്റായി പോയിക്കോളി. കണ്ടല്ലേ, 46 ചെസ്റ്റ് വീതി തോന്നണം. ഇത് മറവിയാണ്, മറവി. ഈ സാധനം എവിടെ പോയി എന്നുള്ളത്. ഇത് 46 അല്ല മക്കളെ, ഇത് 25 ഷേപ്പും വരുന്നുണ്ട് കേട്ടോ. 25, 24, 25 ഇവിടെ ഉണ്ട്, 24 ഇവിടെ ഉള്ളൂ, പിന്നെ ഇവിടെ 25 ഉണ്ട്. അങ്ങനെ വരുന്ന ഒരു ഐറ്റം സാധനമാണ് ഇത്. അപ്പോൾ അതിൽ എത്ര കളർ കാണിച്ചു നമ്മൾ? അതിൻ്റെ പച്ച കാണിച്ചോ? ഇതിൻ്റെ പച്ച മാക്സിയുടെ പച്ചയും കാണിച്ചു, വയലറ്റും കാണിച്ചു, ഇനിയൊരു പച്ച കാണിക്കാണ്ട്, പിന്നെ ഒരു ഹാഷ് കാണിക്കാണ്ട്. ഈ നേരത്തെ ഞാൻ കാണിച്ച മാക്സി മറ്റീത്തെ പട്ടതായിരുന്നു. ഇതിൽ ആ ചെക്കുള്ളി, ആ ചെക്ക് ഞാൻ പറഞ്ഞിരുന്നു ഇല്ലല്ലോ, അതും വെച്ചു. ഇനി ഷാള് നിർത്തണ്ടല്ലോ, ഇതാട്ടോ ഷാള് വരുന്നത്. സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ആണ് ഷാള് വരുന്നത്. അപ്പോൾ അടുത്ത കളറ് ഇതാ, സ്ക്രീൻഷോട്ട് എടുത്തോളൂ. സ്ക്രീൻഷോട്ട് എടുത്തോളൂ.
ഇനി അടുത്തത് കാണിക്കാൻ പോണത് നമ്മൾ നേരത്തെ കാണിച്ച ചെക്കിലാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഇതിൻ്റെ മോഡൽ ഷാൾ കാണണമെങ്കിൽ ഒന്നും ബാക്കിക്ക് പോയിക്കോളൂ കേട്ടോ. ഒന്നും ബാക്കിക്ക് പോയിട്ട് ഞങ്ങൾ അങ്ങനെ മുന്നേ കൊണ്ട് പോകുന്നോളൂ. ഇതാക്കണം ഫുള്ളിങ്ങനെ ഈ വട്ടപ്പുള്ളിയും ഈ ബോർഡറും സെൻറ്ററിൽ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഇത് നമ്മൾ റീസെല്ലിങ്ങിന്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ റീസെല്ലിങ്ങിന് കൊടുക്കുക പറ്റുമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ പീസില്ല. ഞാൻ പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്നത് ഇഷ്ടപ്പെട്ടപ്പോൾ ഒന്ന് അങ്ങനെ എടുത്ത് പോകുന്നതാണ് ആണല്ലേ. കഴിഞ്ഞു വരയ്ക്കോ കഴിഞ്ഞു. അപ്പോൾ ഇതാക്കണം കേട്ടോ സ്ക്രീൻഷോട്ട്. അപ്പം മക്കളെ ഇത് ലാസ്റ്റ് പ്രിൻ്റാണ്. ലാസ്റ്റ് ഇപ്രാവശ്യത്തെ ഷാൾ മാക്സി തീരുമാനമായി. പിന്നെ ഇനി ശാലും ഞാൻ ഓരോന്നോരോന്നും അങ്ങനെ എടുത്താട്ടിക്കാം ഈ സിംഗിൾ മാക്സി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷാൾ മാക്സി കൊടുത്തിട്ട് അതിൽ 2 കളർ എന്ത് ചെയ്യുന്നില്ല. നമ്മളടുത്ത് അതിൻ്റെ ഷാൾ വെച്ചത് മാറിപ്പോയി എന്നവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു റിട്ടേൺ തരാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഓരോ സാഹചര്യം പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുമോ, അത് മാക്സി ആയിട്ട് നിങ്ങൾക്ക് സെയിലാക്കാൻ പറ്റുമെങ്കിൽ സെയിലാക്കിക്കോളും. എംബ്രോയ്ഡറി നെക്കാണ്, സൂപ്പർ സാധനമാണ്. കണ്ടില്ലേ 250 രൂപ കേട്ടോ. 250 രൂപക്കാണ് ഇത് നമ്മളോട് സെയിലാക്കാൻ പറഞ്ഞത്. ഷാളില്ല കേട്ടോ, ഇതിൻ്റെ ഷാളില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചിലത് സെയിലാക്കാൻ പറ്റാത്തത് ഇങ്ങോട്ട് ഇട്ടിട്ടൂടെ നമ്മൾ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തോളി, സ്ക്രീൻഷോട്ട് എടുത്തോളി കേട്ടോ. അതാ ഇങ്ങനെ ആണ് ഇതിൻ്റെ. ഇത് ഷോൾ മാക്സി ആണ്, പക്ഷേ ഇതെന്ത് ചെയ്യാണ്, ഷോൾ ഇല്ലാത്തത് കാരണം അവർ എന്നോട് 250 സെയിലാക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കൂടെ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എടുത്തോളൂ കേട്ടോ. ഞാൻ കാണിച്ചൊരു സിംഗിൾ മാക്സി ആണ്, എംബ്രോയ്ഡറി നെക്കാണ്, 2 സൈഡും പ്രിൻ്റ് വരുന്നതാണ് കേട്ടോ. അത് കാണിച്ചു, ഇത് കാണിച്ചു, കാണിക്കാത്ത പ്രിൻ്റ് കണ്ടോ. 2-3 പ്രിൻ്റ് തന്നെ ഉള്ളൂ. ഒക്കെ ആകെ ഹൽക്കുൽക്കാക്കിയിട്ടല്ലേ തന്നിക്കണത്. 3 പ്രിൻ്റോ? ഇനി ഒന്നും കൂടി ഉണ്ടാകും ഇല്ല? ഒരു പ്രിൻ്റ് കാണിച്ചു. ഇനി വേറെ പ്രിൻ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ 250 ഒരു ഈ 3 പ്രിൻ്റാണ് കേട്ടോ ഉള്ളത്. അത് കാണിച്ചു. അപ്പോൾ ഈ 3 പ്രിൻ്റാണുള്ളത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക. പിന്നെ അതുപോലെ തന്നെ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക. ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. അന്ന് ഞാൻ അന്ന് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അന്ന് സ്ഥലം ഉണ്ടായിരുന്നു, ബൾക്ക് എടുക്കാൻ ഉള്ള ഒരു മൂടുണ്ടായിരുന്നില്ല, അങ്ങനെ പറയട്ടെ. ഇപ്പോൾ നമ്മൾ ബൾക്ക് എടുക്കുന്നുണ്ട്, പക്ഷേ അതിനുള്ള സ്ഥലമില്ല. പിന്നെ ശാലുവിന് 29-ാം തീയതി അല്ലേ സ്കൂൾ വിടണ? 29-ാം തീയതി സ്കൂൾ വിട്ട് പിന്നെ സ്കൂളിലല്ലോ 10 ദിവസം കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ 1-2 നമ്മൾ ഷോപ്പിൽ കംപ്ലീറ്റ് സാധനങ്ങൾ വിറ്റ് ഒഴിവാക്കണം. അതായത് മാർച്ച് 12-ാം തീയതി നോമ്പ് തുടങ്ങൂലേ, അപ്പോൾ അതിൻ്റെ മുന്നേ കംപ്ലീറ്റ് സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് സെയിലിൽ കൊടുക്കുകയാണ്. അപ്പോൾ മാർച്ച് 1-2 ഇനിയിപ്പോൾ എങ്ങനെ ആയാലും 1-ാം തീയതി 2-ാം തീയതി ആയിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ അതിന് പറയണ്ടേ. അപ്പോൾ ആർക്കെങ്കിലും വന്നിട്ട് പാൻറ്, ഷർട്ട്, മാക്സി, ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ്, ഇവിടെ ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത്
ഇവിടെ ഏതൊക്കെയാ ആ സമയത്ത് സ്റ്റോക്ക് ഉള്ളത് അത് കംപ്ലീറ്റ് ഷാള്, ഹിജാബ്, പിന്നെ ബനാറസിൻ്റെ ഷാള്, കോട്ടൻ്റെ ഷാള്, ഇവിടെ ഉള്ളത് കംപ്ലീറ്റ് സാധനങ്ങളും. അപ്പോൾ ഡേറ്റ് നമ്പർ ഉണ്ട്, ചിലപ്പോൾ 1 ചിലപ്പോൾ 2. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് വരിക. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.